അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ സൊമാറ്റോ ബ്ലോഗ് പോയിട്ടില്ല. ഇത് സൊമാറ്റോ ബ്ലോഗ് നമ്പർ 120 ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. ഫെബ്രുവരി 14, 2025 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് കുറെ കേക്കിന്റെ ഓർഡർ കുറെ കിട്ടുന്ന പ്രതീക്ഷയാണ് പോകുന്നത്. കേക്ക് തിന്നാൻ കിട്ടില്ല, എന്തായാലും ഓർഡർ കിട്ടിയ കൊള്ളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലെ ആൾക്കാരൊക്കെ ജീവിച്ച് പോകും. അപ്പോൾ ഓർഡർ ചെയ്യുന്നത് ചെയ്യാത്ത നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോകാം. വേറെ വിഷയമൊന്നുമില്ലല്ലോ, വേറെ ഒരു വിഷയമില്ല. വിഷയമൊക്കെ തന്നെ പൈസ വേണം, കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. വീട്ടു ചിലവുണ്ട്, ലോൺ അടയ്ക്കാനുണ്ട്, എല്ലാം പെൻഡിങ് അടയ്ക്കാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരെണ്ണം ഓടിയായിരുന്നു. 300 ഏണിങ്സും പ്ലസ് 120 രൂപ ഇൻസെന്റീവ് കിട്ടി. അപ്പോൾ വൈകിട്ടോട് ഓടുമ്പോൾ ഒരു എല്ലാം കൂടെ ചേർത്ത് 1000 നമ്മൾ കിട്ടിയ കൊള്ളായിരുന്നു. ചിലപ്പോൾ 1000 കിട്ടുള്ളൂ. ശരി, നോക്കാം. സമയം ഇപ്പോൾ മണി 6 മണി കറക്റ്റ് ഇന്ന് വർക്കിംഗ് ടൈം 6 to 10 4 മണിക്കൂറാണ്. ഇപ്പോഴേ 15 മിനിറ്റ് പോയി. ഇനിയുള്ള സമയത്ത് മാക്സിമം ഓർഡർ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. ഓക്കെ, പോകാം. സമയം ക്വിക്ക് പോയിട്ട് ബൈ സി ടാറ്റ. രണ്ടുപേരും കാണിച്ചിട്ടുണ്ട് ക്യാമറയിൽ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ശരി, അടുത്ത ഫാമിലി ഉള്ള എല്ലാവർക്കും എന്തെങ്കിലും പറയാം. ഓക്കെ, പോട്ടാ. ബൈ സി. വണ്ടി ലുക്കല്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ബ്ലാക്ക് ബൈസൺ പോകാന്നാ. ഇവരും ഞാനുമായിട്ട് റൗണ്ട് പോയിട്ട് വരാം. ഒരു 4 മണിക്കൂർ റൈഡ്. ഒരു 10-400 സമ്പാദിച്ച കൊള്ളായിരുന്നു. ശരി, നോക്കാം. ടാറ്റ, ബൈ സി യു. അപ്പോൾ പോകാം. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട് വേണ്ട. കാരണം നല്ല വെയിൽ സമയമായിട്ട് മഴയൊന്നുമില്ല. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. നേരെ പൂജപ്പുര മെയിനോട് പോകാം. ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടേക്ക് പോകാം? കമോൺ ഗോയ്സ്, കൊട്ടക്ക് നിൽക്കണം. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് പൂജപ്പുര ജംഗ്ഷൻ. ഇവിടെ നിൽക്കാം. നല്ല വെളിച്ചമുണ്ട്, ഇരുട്ടിട്ടില്ല. സാർ നമ്മൾ 6:45 ഇറങ്ങും, പിന്നെ നമ്മൾ 6:15 ഇറങ്ങി. അപ്പോൾ ഓക്കെ, പോകാം. അപ്പോൾ സ്ഥലം മറ്റേ സമയമായി. ഇവിടെ നിന്ന് കാര്യമില്ല, ഓർഡർ അടിക്കണില്ല. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാൻ വഴിതേക്കാട് പോകാം. ഓക്കെ, അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. ചട്ടമ്പിനാട് സിനിമ മമ്മൂക്ക പറയും പോലെ നീ ഇനി ഒന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തുമില്ല. വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കാക്കതൂർ എന്ന സ്ഥലം. ഇവിടെ ഡേഞ്ചറാണ് ഭയങ്കരമായിട്ട്. ഫ്രഷായിട്ട് കാക്ക തൂറിക്കൊണ്ടിരിക്കും അപ്പോഴായിട്ട്. അതാണ് കുഴപ്പം. താറ കംപ്ലീറ്റ് താറല്ല, കാക്കയുടെ തീട്ട ഉണങ്ങി കിടക്കുകയാണ്. എൻ്റെ അമ്മോ, കണ്ടാ, കറുത്ത റോഡ് വെളുത്ത റോഡായിട്ട് മാറി. ആ കടക്കാണ് കറുത്ത കാക്ക ചെയ്തത്. നല്ല ഡ്രൈവിംഗ് അല്ലേ. ഓക്കെ, നമ്മളെല്ലാം ബാക്കറി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. ഇതുവരെ കുറച്ച് റീൽസ് കണ്ടുകൊണ്ടിരിക്കാം. നല്ല ഡവറയാണ്. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് സംസം പാളയത്ത് അക്സെപ്റ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നേരെ പോകാന്നാ. ആ ചേച്ചി നമ്മൾ നോക്കണം കേട്ടോ, ബ്ലോഗർ ആയതുകൊണ്ടാക്കി. ഓക്കെ, എല്ലാവരും നോക്കും നമ്മളെ ക്യാമറ ഉള്ളതുകൊണ്ടേ. ഒരു അന്യഗ്രഹ ജീവിയെ പോലെ. ദയ്യാലിയൻ, ഐ ആം ദയ്യാലിയൻ. യെസ്. ബ്ലോഗ് തുടങ്ങിയ സമയത്ത് നോക്കുമ്പോൾ ഭയങ്കര നാണമായിരുന്നു എനിക്ക്. ഇപ്പം നാണമൊക്കെ മാറി. ഇപ്പോൾ തൊലിക്കെടുത്ത് കൂടി. കാണ്ടാമൃഗം തോറ്റു. ആ ലെവലില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ച് നാണമൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതൊന്ന് വ്ളോഗ് തുടങ്ങുമ്പോഴതാണോ ഒന്ന് ഫോമായി വരുമ്പോൾ പിന്നെ നാണവുമില്ല മാനവുമില്ല ഒന്നുമില്ല. പിന്നെ കമൻറ്റ് ബോക്സിലുള്ള നെഗറ്റീവ് കമൻറ്റ് വായിക്കുമ്പോൾ പിന്നെ തൊലിക്കടി കൂടെയാണ് അവിടെ. ആ ലെവലായി ഇപ്പം. നെഗറ്റീവ് കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ട് വേറെ വിഷയമൊന്നുമില്ല. നേരെ പോയി സംസം പാളയത്ത് പോയി ഓർഡർ എടുക്കുക. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുക. പാട്ടും പാടി ചളു കോമഡിയും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോവുക. എന്ത് ചെയ്യാൻ, ജീവിക്കണ്ടേ അല്ലേ? ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കുക, അത്ര തന്നെ ലൈഫിൻ്റെ പർപ്പസ്. അത് ഏത് ജോലിയാലും ശരി. വണ്ടി പാർക്ക് ചെയ്യണം സ്ഥലമില്ല, അത് ഏറ്റവും ഒരു വിഷയം. തൽക്കാലത്തേക്ക് ചുമ്മാ അവിടെ പാർക്ക് ചെയ്ത് വെക്കുക, വേറെ എന്ത് ചെയ്യാൻ അല്ലേ? ഫുള്ളായിരിക്കും കേട്ടോ പാർക്കിങ് കംപ്ലീറ്റ് ആയിട്ട്. റോഡൊക്കെ വലുതാക്കി. അപ്പർ സൈഡ് റോഡാണ്, അത് പ്ലാറ്റ്ഫോമാണ്. വരാൻ പോകാൻ കൂടെ മിക്കൊരു പ്ലാറ്റ്ഫോം മാറി നടന്ന് പോകാൻ വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വരുന്ന ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി സ്ഥലങ്ങളായിരിക്കും അല്ലേ? അത്രയും ഭാഗം നമുക്ക് കണ്ട. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ബാപ്പ എടുക്കാം. കമോൺ ക്വിക്ക്. 233. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക്ഡ്. നന്ദു കണ്ട് എത്ര ദിവസമായില്ലേ? അയ്യോ മിസ്സൂടാ. ഇവിടെ സുഖം തന്നെ. ജോലിക്ക് ഇറങ്ങില്ലേ പോഴേ പോലെ? അതാണ് നോക്കിയത്, കാണാനില്ല അതിനെ. പറ, ലൈഫ് അടിച്ച് പൊളിക്കണം. അടിച്ച് പൊളിക്കണം ഓരോ നിമിഷം അല്ലേ? അവൻ വന്നാൽ ശരി അടിച്ച് പൊളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം ശരി ഇറങ്ങി തുടങ്ങി. പൈസ ആവശ്യമുണ്ടല്ലോ, ഇറങ്ങിയേ പറ്റൂ. അപ്പോൾ ഓക്കെ, പോടാ. ഇടയ്ക്കിടെ കാണണം. ബൈ സി യു. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അമ്പലമുക്കാണ്. ഇവിടെ കറക്റ്റ് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ഫുൾ ഷവായ ആൻഡ് ചപ്പാത്തിയാണ്. ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്താണ് പോകേണ്ടത്. റൗണ്ട് അടിച്ച് യൂട്ടേൺ പോലെ വരും. കറക്റ്റ് യൂട്ടേൺ തന്നെ. അപ്പോൾ ഇന്നത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വൈബാണ്. നല്ല ഫോമിൽ നിൽക്കുകയാണ്, വേറെ വിഷയമൊന്നുമില്ല. കട്ടയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. ഇവൻ വന്നാൽ ശരി, ഒരു കൈ പാത്തുക്കില്ലാന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാർ വരും ഉപദേശിക്കാൻ വേണ്ടിയിട്ട്. അത് പടി, ഇത് ജോലി ചെയ്യും, ആ ജോലി ചെയ്യുന്നൊക്കെ. പക്ഷേ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എൻഡ് ഓഫ് ദ ഡേ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട പഠിക്കുക, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക, അതുവഴി രക്ഷപ്പെടാൻ നോക്കുക മാക്സിമം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ജോലി ചെയ്ത് ഭയങ്കര പ്രഷറിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ജീവിച്ച് കഴിഞ്ഞാൽ ലൈഫ് സൂപ്പർ ആയിരിക്കും അല്ലേ? ഇതാ സ്ഥലം, അത് മ്യൂസിയോ. മ്യൂസിയം എത്തി. ലെഫ്റ്റ് പോയ പട്ടം, റൈറ്റ് പോയ വെള്ളയമ്പലം. എന്ത് പറ്റി ആക്സിഡൻ്റ് ആണോ? നാട് റോട്ടിൽ ജീപ്പ് ഇട്ടിരിക്കുന്നു. വണ്ടി ഇടിച്ചൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. എന്തോ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഉണക്കല്ല കൂറേ പണത്തിക്കൊക്കെ മനസ്സം മറന്ന് അവൻ കൂടെ പൊനിയേ. അതാണ് നേരത്തെ മീനിങ് അല്ലേ? ഇതൊന്ന് പാട്ട് ഒന്നും മനസ്സിലാണല്ലോ, വായിക്കാത്ത വരണമില്ല. ഓക്കെ, ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. വെരി ഈസ് ദ കസ്റ്റമർ ലൊക്കേഷൻ? ടെൽ മീ കമോൺ. ടെസ്റ്റ് നമ്പർ 71. എവിടെ പറഞ്ഞത്? നേരെയാണ് കാണിക്കുന്നത്. നേരെ വലിയൊരു കാമ്പൗണ്ടാണല്ലോ. അകത്ത് വീട് കാണുമായിരിക്കും. നോക്കാം. ഇവിടെ എവിടെയാണ് വീട് പറഞ്ഞത്? 71 അവിടെ ആയിരിക്കും ലാസ്റ്റ്. വീടിൻ്റെ അകത്തൊരു വീടാണ്.
ഇതാണെന്ന് തോന്നുന്നു കറക്റ്റ്. ദിസ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് കറക്റ്റ് ലൊക്കേഷൻ. പട്ടി വല്ലതും അകത്തുണ്ടല്ലോ. ഓക്കെ, കസ്റ്റമർ ഫോൺ വിളിച്ചെടുക്കില്ല. മുകളിൽ പോവാം. മുകളിലാണ് കാണിച്ചത് അഡ്രസ്സിൽ, ഫസ്റ്റ് ഫ്ലോർ. ഹലോ, ആളൊന്നുമില്ലേ? ബെല്ലടിച്ച് നോക്കാം. ഇവിടെ ബെല്ലുണ്ടല്ലോ. ഹലോ, സൊമാറ്റോ ആണേ? ഓക്കെ, വിളിച്ചായിരുന്നു. ശരി, കുഴപ്പമില്ല. നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവർഡ്. ഇപ്പോൾ കേട്ടി ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 45 രൂപ 70 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് സുപ്രീം ബേക്കേഴ്സിൽ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് സുപ്രീം ബേക്കേഴ്സ്. എവിടെ കൊണ്ട് വണ്ടി വെക്കാൻ? ഇവിടെ വയ്ക്കാൻ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. വൈ റെഡിയാകാൻ നോക്കട്ടെ. റെഡിയാടേ, സൂപ്പർ. നമ്മുടെ ലക്ക് കേട്ടോ, പെട്ടെന്ന് റെഡിയായി. 0023. ഓക്കെ. ഓ, കാക്ക തൂറിയാ. മിക്കവാറും ജഗതിയിലായിരിക്കാൻ വഴിയുണ്ട്. എന്തായാലും തലയിൽ വീണില്ല, ബൈക്കിലും വീണില്ല, ബാഗിലാണ് വീണത്. ശരി, പിന്നെ ആവട്ടെ. അതേ പോയി ഓർഡർ എടുക്കാം. അപ്പോൾ സമയം നമ്മളാളിന്നപ്പോൾ സുഖിയാ. ഓക്കെ ഓക്കെ, ബൈക്കിൽ തൂറി കേട്ടോ കാക്ക. അയ്യോ, ഇത് സ്ഥിരമുള്ളത് തന്നെ. നമ്മളെ ബൈക്ക് കണ്ട കാക്ക ഉടനെ പണി തരും. കാക്കയുടെ കാര്യം ഞാൻ വെച്ച് ബാഗിൽ മാത്രമായിരുന്നു. ഇവിടെ നോക്കിയപ്പോൾ വണ്ടിയിലുമായി. കാക്കയെ അടിച്ച് കൊല്ലാൻ സമയം നോക്കിക്കോ. ഒരു ദിവസം ഉണ്ട്, ഒരാളെ പരിചയപ്പെടുമ്പോഴാണ് കാക്ക തുറക്കണം. ശരി, വലിയ കുഴപ്പമില്ല തോന്നല്ലേ. പോട്ടെ ബ്രോ, സമയം. പേരെന്താണ്? സനുഷ് അല്ലേ? ധനുഷ്, നമ്മളെ ധനുഷ്. ഓക്കെ ഓക്കെ, ശരി എന്നാൽ ഓട്ടാ. ഓക്കെ, പുള്ളിക്കാരൻ്റെ പേര് ധനുഷാണ്. നമ്മളെ VIP സീമൽ ധനുഷ്. VIP ടീക്കട രാജാനാങ്ക. ആ കാർ പുറത്തെടുക്കണം, ഈ കാർ പാർക്ക് ചെയ്യണം, അതിനുശേഷം നമ്മൾ പോകാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, കയറി പോകണമെങ്കിൽ പോവാം. പിന്നെ നമ്മൾ മര്യാദ കാണിച്ച് എത്ര തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ലൊക്കേഷൻ LIC-ലാണ്. ഇവിടുന്ന് കറക്റ്റ് 1.3 കിലോമീറ്റർ ദൂരമുണ്ട്. പട്ടത്താണ് പറഞ്ഞത്. കൊണ്ടുപോകുന്ന ഐറ്റം അറബിക് ഗ്രിൽഡ് ചിക്കൻ ആൻഡ് ഫ്രൈഡ് റൈസ് സംതിങ് ആണ്. അത് മറന്നുപോയി, ഞാൻ നോക്കി വെച്ചതാണ്. കാക്ക തൂറിയ കാരണം എല്ലാം മറന്നുപോയി. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി ആവാറായി. ഇത് രണ്ടാമത്തെ ഓർഡറാണ്. വേറെ വിഷയമൊന്നുമില്ല, ഓർഡർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്ക തൂറിയ തന്നെ വിഷയം. ജഗതിയിൽ എസ്കേപ്പായി, പക്ഷെ തൂറിയത് ഇവിടെ ആയിരുന്നു, കൊറോങ്കോണ ജംഗ്ഷനിലായിരുന്നു. പന്ന കാക്ക പാർവ കർപ്പൂര ദീപമ്മ ശിവല്ലി കാക്ക തൂറി വച്ചല്ല. പുറത്തിങ്ങനെ കോമഡി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമമാണ് ഈ കാക്ക തൂറിയ കാരണം. ഒരു ഇറിറ്റേഷൻ ആയിക്കണത്. ഇത് നല്ലൊരു മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ മൊത്തം അങ്ങ് മൈൻഡ് മാറുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണല്ലേ. കാക്ക തൂറുന്നതും തലയിൽ വീണതും ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയൊന്നുമില്ല. ഇൻ ഹരിഹർ സിനിമയിൽ ജഗദീശൻ തലയിൽ വീണ് ഓർമ്മയുണ്ട? അത് അന്ന് തുടങ്ങിയ കഥയാണ്. കാക്ക തൂറി എന്നാ തോന്നുന്നേ അല്ലേ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ LIC ലൈൻ ഇവിടെ തന്നെ. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് രണ്ടാമത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 23 രൂപ 14 പൈസയാണ്. ഇപ്പോൾ അടുത്ത് എങ്ങോട്ട് പോകാൻ നേരം പട്ടത്ത് പോകാം. അടുത്ത ഓർഡർ അടിച്ച് സുപ്രീം ബേക്കേഴ്സ്. അപ്പോൾ ബാക്കിലോട്ട് തന്നെ പോകണം. ആക്സെപ്റ്റ് ഓർഡർ കൂടെ സെയിം റെസ്റ്റോറൻറ്റ് അടുത്ത് ഓർഡർ അടിച്ച് കൊള്ളാം, കുഴപ്പമില്ല. വലിയ ഓർഡറാണ് പഠിച്ചത്. 63 രൂപ. അങ്ങനെ ഒരു 5-6 കിലോമീറ്റർ ട്രാവലിംഗ് ആണ്. പാർവ കർപ്പൂര ദീപമ്മ. ഇനി കാക്ക വരട്ടെ, ഇപ്പോഴുള്ളത് നോക്കിയോ. കാക്കൈ ചിറകിനിലേ നന്ദലാല. ഈ പാട്ട് തുള്ളാതമനം തുള്ളുന്ന പടത്തിൽ വിജയ പാട്ടാണ്. ഈ പാട്ട് അധികം ആരും കേട്ട് കാണൂല. ഈ പാട്ടൊക്കെ ഓർമ്മ ഉണ്ട് കാക്കയെ കാരണം. അഗൈൻ വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് സുപ്രീം ബേക്കേഴ്സ്. റീച്ച് ലൊക്കേഷൻ. ഓക്കെ, റെഡിയായി. വലിയ ഓർഡറാണ്. 9389. ഓക്കെ, ഓർഡർ റേറ്റ് എന്ന് പറയുന്നത് ചോക്കോ ലാവ, ചോക്ലേറ്റ്, ക്രോയ്സൻസ് കപ്പ്, പിന്നെ വന്നിട്ട് കപ്പ് കേക്ക്, ഗീ കേക്ക്, SB കുഴലപ്പം, SB സ്പൈസി മിക്സ്ചർ, ചോക്കോ ഡോഗ്നട്ട്സ്, മാക്രോൺസ്, മെക്സിക്കൻ ചിക്കൻ, എന്തൊക്കെയോ ഉണ്ട്. പോന്നാ നമ്മൾ ഐശ്വര്യമായിട്ട് 3 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുടപ്പുറങ്ങ് മുക്കോലയാണ്. ഇവിടെ കറക്റ്റ് 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നേരത്തെ പറഞ്ഞാൽ തന്നെ കാണാതെ പറയാൻ പറ്റുന്നില്ല, ഭയങ്കര പാട്. വായിച്ചേ പറയാൻ പറ്റില്ല, കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവണം. പിന്നെയാണ് കാണാതെ പറയണത്, വേറെ ജോലിയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് കുറവങ്കോണത്തിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയിട്ട് അവിടെ നിന്ന് മരുതൂർ റൂട്ട് എടുക്കണം. അവിടെ നിന്ന് കറക്റ്റ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ മാപ്പ് നോക്കി പോയാൽ മതി. കാക്ക കാരണം മൈൻഡ് ഔട്ടായി നിൽക്കുകയാണ്, ഭയങ്കര വിഷമമാണ്. ഇത് മറക്കാൻ പറ്റുള്ളത്. ശിവാജി പടത്തെ വില്ലൻ പറയും പോലെ എന്നാലെ താങ്ങ മുടിயாது, ഞാൻ തിരുപ്പി കൊടുத்துருவேன். உங்களை ஏதாவது பண்ணணும், எவ்வளோ பெரிய அவமானத்தை கொடுத்துட்டீங்க, திருப்பி கொடுத்துடணும், நான் ரொம்ப സെൻസിറ്റീവ്. അതേപോലെ ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണ്. ആ ആട്ടോയുടെ ബാക്കിൽ എന്തോ എഴുതി കേട്ടാ, ഇതൊന്ന് നോട്ടം കണ്ട് തെറ്റിദ്ധരിക്കരുത്, ഓട്ടം മുഖ്യം, കപ്പ് മുഖ്യം പിക്കില്ലേ, അതുപോലെ അല്ലേ അങ്ങനെ എഴുതിക്കണത്. ഓട്ടം കണ്ട് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടാ. കണ്ണിന് പിടിക്കണില്ല, വയസ്സായില്ലേ, കണ്ണടിച്ച് പോയാൽ സുധിച്ചേ. നമ്മളെ LIPG പോലെ അവിടെ അങ്ങനെ എഴുതിക്കണം, അത്ര വേറെ സംഭവമൊന്നുമില്ല അല്ലേ. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, അവിടെ ഓട്ടം മുഖ്യം പിക്കില്. ഇവിടെ എന്താണ് കൂട്ടം, ഇത്ര ആൾക്കാർ, ആരെങ്കിലും മരിച്ചെന്ന് തോന്നുന്നു കേട്ടോ. മരണമായിരിക്കും അല്ലേ, ഈ സമയത്ത് ഇത്ര കൂട്ടം വരണമെങ്കിൽ മരണമായിരിക്കും. ശരി, പാവം ആരോ എന്തോ, അവർ ആത്മാവ് ശാന്തി അടയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ആട്ടൊരു ബാക്കിൽ എഴുതിക്കണം കേട്ടോ, എടാ മോനെ. മറ്റേ നമ്മളെ രംഗണ്ണ, എടാ മോനെ. ഓക്കെ, ഓരോ ആട്ടോയുടെ ബാക്കിൽ ഓരോന്ന് എഴുതിക്കുകയാണ്. നമ്മളങ്ങനെ മുക്കോല ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറക്റ്റ് 600 മീറ്റർ ദൂരം നമ്മൾ എത്താറായി. ഇത് കിഴക്കേ മുക്കോലയാണ്. ഇവിടെ നേരെ താഴോട്ട് പോയാൽ മതി. ഉള്ള ഇടിച്ചാൽ ജസ്റ്റ് മിസ്. പിന്നെ KSRTC പറയാൻ ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര മോശമാണ്. എല്ലാവരും ഇല്ല, ചില ആൾക്കാരൊക്കെ ഭയങ്കര മോശം. കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം KSRTC ബസ് തന്നെ ഇടിക്കാൻ വന്നു.
ബാക്ക് ചെയ്യുന്നത് എന്നെ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. അടുത്തുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി വളച്ചാൽ ഇടിക്കും, ഉറപ്പാണ്. ആ ലെവലാണ്. അത്രയ്ക്ക് വിവരം കെട്ട രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ കൊള്ളായിരുന്നു. KSRTC മെയിൻ ആൾക്കാരൊക്കെ ഞാൻ വാട്സാപ്പ് അയച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ അവർ പറയുന്നത് വീഡിയോ പ്രൂഫ് വേണോ എന്ന്. വീഡിയോ പ്രൂഫ് ഇങ്ങനെ പെട്ടെന്ന് അയക്കാൻ പറ്റും. പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് സമയം വേണ്ടേ വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോഴേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർക്ക് മാക്സിമം ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അവർ ആരൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതാണ് വീട്. ഇവിടെ അല്ലേ? ഓക്കെ, പിടിച്ചോ. ശരി, ഓർഡർ ഡെലിവേർഡ്. ശരി, പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 72 രൂപ 81 പൈസയാണ്. ഇപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകാൻ? നമുക്കൊരു കാര്യം ചെയ്യാം, യൂട്ടേൺ എടുക്കാം. പേരക്കൂടെ പോകാം. നമ്മൾ വന്ന വഴി പോണത് വേസ്റ്റാണ്. 6 കിലോമീറ്റർ പോകണം. അതിനേക്കാൾ 3.6 കിലോമീറ്റർ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പേരക്കടത്ത്. നേരെ പോയി പള്ളിമുക്ക് ജംഗ്ഷൻ അവിടെ റൈറ്റ് എടുത്താൽ മതി. വേറെ വിഷയമൊന്നുമില്ല. കമൺ കൊയ്ക്ക് പാർവ കർപ്പൂര ദീപം. പാട്ടിനെ കൊളാക്കി. ഈ ഇടയ്ക്ക് പുഷ്പ സിനിമ ഉണ്ടായിരുന്നു, പുഷ്പ 2 ഈ പാട്ടല്ല, പുഷ്പ 1 ഈ പാട്ട്. പുഷ്പ 2 എന്തൊരു പടം അത്. സത്യം പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. കുറച്ച് ഓവറായിപ്പോയി, കുറച്ച് കൂടുതൽ ഓവറായിപ്പോയി. അതായത് പുഷ്പ 1 സംഭവം കാണിച്ചിട്ടുണ്ട്, ആളത്തെ കിടിലാണ്, വൺ സെറ്റപ്പാണ്. പുഷ്പ 2 ആകുമ്പോൾ കുറച്ചൊരു അപ്ഗ്രേഡ് ആക്കണം. ഇത് ഡബിൾ ട്രിപ്പിൾ അപ്ഗ്രേഡ് ആക്കണം. അതായത് KGF ലെവലാണ് പുള്ളിക്കാരൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. KGF എന്ന് പറയുമ്പോൾ അത് വേറെ ലെവലാണ്. ആ പടം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പടത്തിന് പണത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം പോലെയാണ്. പച്ചവെള്ളം പോലെ ഇന്നത്തെ കാലത്ത് നോക്കിയാണ് നമ്മൾ ചിലവാക്കുന്നത്. ഇത് അതിനേക്കാളും മോശമായിരിക്കും. ആരൊന്ന് ചോദിച്ചാലും 10 കോടി 30 കോടി ചുമ്മാ കൊടുക്കുകയാണ്. പക്ഷേ കൂടെ വർക്ക് ചെയ്യാൻ ഏറ്റവും താഴത്തെ സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളം 1000-2000 ആണ്. ആലോചിച്ച് അതൊക്കെ മോശമായി. കൂടെ വർക്ക് ചെയ്യാൻ ആൾക്കാരുടെ ശമ്പളം കൊടുക്കും ആ രീതിയിൽ. കാരണം അവരാണ് നിങ്ങൾ ജീവൻ പണയം വെച്ച് പോലീസിന് അടി വാങ്ങിച്ച് വർക്ക് ചെയ്യണത്. അവർക്ക് വേണം കൊടുക്കേണ്ട ലക്ഷക്കണക്കിന് ശമ്പളമൊക്കെ. ഇത് കണ്ണിക്കണ്ട വില്ലന്മാർക്കെല്ലാം 50 കോടി 100 കോടി കൊടുത്തോണ്ടിരിക്കണം. ആവശ്യമില്ലാതെ ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അത് വണ്ടി ഒതുക്കിക്കോ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സും ടൺ 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 സും. വലിയ കടൽ റെസ്റ്റോറൻറ്റ്. വേറെ കൂടെ തന്നെ സൂപ്പർ, കുഴപ്പമില്ല. ഓർഡർ അടിച്ചല്ലോ, വലിയ കാര്യം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൊമാറ്റോ കമ്പനി നമ്മൾ നല്ലപോലെ നോട്ടീസ് ചെയ്യാണ്. ആര് നല്ല വർക്ക് ചെയ്യണം, ആര് വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ നല്ലപോലെ ഓർഡേഴ്സൊക്കെ. ബാക്കിയുള്ളവർക്ക് കണക്ക് തന്നെ. ഓക്കെ, റെഡിയായി. അപ്പോൾ എടുക്കാം. ഫുഡ് റെഡിയാച്ച് പോയി എടുത്താൽ മട്ടും പോതും. പാട്ട് ചുമ്മാ പാടി ഇത് വായി വന്ന പാട്ടൊക്കെ. 8467 8467. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കണ്ണമ്പൂരിയാണ്. ഇവിടെ കറക്റ്റ് 6.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം റുമാലി ചിക്കൻ ഷവർമയാണ്. ചിക്കൻ റുമാലി ഷവർമ അങ്ങനെയും പറയാം. എങ്ങനെ വേണമെങ്കിൽ പറയാം, മനസ്സിലായാൽ മതി ആൾക്കാർക്ക് അല്ലേ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് 2 മണിക്കൂർ സമയമുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത് അല്ലേ? ഓക്കെ, ഇത് കുറച്ച് ഫ്രണ്ടിലായിപ്പോൾ കുഴപ്പമില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റിൽ പോയിട്ട് ഇങ്ങോട്ട് പോകണം. ഇവിടെ നേരെ 100 മീറ്റർ പോയാൽ മതി ലൊക്കേഷൻ എത്തും. വേറെ വിഷയമൊന്നുമില്ല, കുറച്ച് ഇറക്കം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്തോ ഇറക്കം, നമ്മളെ ഏരിയ ഒന്ന് നോക്കുക. വെർട്ടിക്കലായിരിക്കും ഭയങ്കരമായിട്ട്. ഇവിടെ നിന്ന് റൈറ്റാ? ഓക്കെ. പിന്നെ ഇറക്കോ? പൊയ്ക്കൊണ്ടിരിക്കണത്. എവിടെ പോണത്? പാതാളത്തിൽ പോണ. പദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാല നീയൊരു മലർമാടി. അവിടെ തന്നെ ആളെ നിൽപ്പുണ്ട്. ഇവിടെ അല്ലേ? 215 ചില്ലറ ഉണ്ടല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ 75 രൂപ 81 പൈസയാണ്. ഇപ്പോൾ ക്യാഷ് കളക്ട് ചെയ്ത് 230 രൂപയാണ്. ബാക്കി 15 രൂപ വേണമെന്ന് പറഞ്ഞ് ടിപ്പായിട്ട് തന്ന്. ഇപ്പോൾ ടിപ്പ് 15 രൂപ കിട്ടി, കുഴപ്പമില്ല. ഇതുപോലെ ടിപ്പ് തന്നെ കൊള്ളായിരുന്നു ഓരോ കസ്റ്റമർ. എല്ലാ ഓയിലും പറയും പോലെ പെട്രോൾ പൈസയാവും, അത്ര തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് വന്ന വഴി മറന്നു, ഇതാണ് ഏറ്റവും വലിയ വിഷയം. വന്ന വഴി മറക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ ആൾക്കാരൊക്കെ. നമ്മൾ വന്ന വഴി എന്ന് പറയുമ്പോൾ ഈ വന്ന വഴിയാണ് മറന്നത്, അല്ലാതെ വന്ന വഴി മറക്കാന്നില്ലേ. അത് കുറേ മുടിക്കാതെ പോകുമ്പോഴേ പെട്ടെന്ന് നമ്മൾ മൈൻഡിൽ മറന്നു പോകും, ലെഫ്റ്റാ റൈറ്റാ എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ബൈക്കിൽ കറങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സൊമാറ്റോ വർക്ക് ചെയ്യാൻ വന്നാൽ മതി. സൂപ്പറായിട്ട് കറങ്ങാൻ പെട്രോളും പൈസയും വരും, ശമ്പളം വരും. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ അത് മടുക്കും. അതൊരു ജോലിയായിട്ട് നോക്കിയാൽ മടുക്കും, അല്ലാതെ ഇഷ്ടപ്പെട്ട റൈഡാണെങ്കിൽ മടുക്കൂല. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കടൽ റെസ്റ്റോറൻറ്റ്. ഇതിവിടെ കുന്നുംപുറം ജംഗ്ഷൻ, പാളയം, SL തിയേറ്ററിന് അടുത്തായിട്ട്. അവിടെ അല്ലേ? അത് തന്നെ. ശരി, അപ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് എത്തിയുണ്ട്, കടൽ റെസ്റ്റോറൻറ്റ്. റെഡി വന്നു, വാ. സൂപ്പർ. 0580. ഓക്കെ. ഇപ്പോൾ വ്ളോഗിൽ പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത് റെഡിയാ? ഓക്കെ, ബൈ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാം. എവിടെ ഓർഡർ ക്യാമറ ആണ് പോകണം കേട്ടോ. നമ്മളെ കൂട്ടുകാരനാണ്, പുള്ളിയുടെ പേര് മറന്നുപോയി. ഇന്നലെ കണ്ടേ ഉള്ളൂ. എനിക്ക് എല്ലാവരും പേര് മറന്നു പോകും, മുഖം ഓർമ്മ കാണും, അതാണ് ഏറ്റവും വലിയ വിഷയം. ശരി, കുഴപ്പമില്ല. അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മഞ്ചൂരിയാണ്. ഇവിടുന്ന് കറക്റ്റ് 1.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഫ്രൈ ആൻഡ് പൊറോട്ടയാണ്, കോയിൻ പൊറോട്ട. ഓക്കെ, ഇത് 5ാമത്തെ ഓർഡറാണ്. 1 2 3 4 5. മണി ഇപ്പോൾ കറക്റ്റ് 8:40 ആയിട്ടുണ്ട്. ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ട്. കൊള്ളാം, ഇന്നത്തെ ഓർഡർ എന്തായാലും ചാകരയാണ്. പക്ഷേ വാലന്റൈൻസ് ഡേ ആയിട്ട് കേക്കൊന്നും ആരും ഓർഡർ ചെയ്തില്ല. ആരും ലവ് ചെയ്യണില്ലേ? ആർക്കും ലവ് ഇല്ലേ? അങ്ങോട്ടും കാണും അല്ലേ? എല്ലാം കറങ്ങാൻ പോയി കാണും. നമ്മൾ താണ്ട വീട്ടിൽ ഭാര്യ വിളിച്ചിട്ട് കറങ്ങേണ്ട സമയത്ത് സൊമാറ്റോ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് കറങ്ങിയില്ലോ അല്ലേ? ദിവസം കറങ്ങിയല്ലേ, പിന്നെന്ത്. നമ്മളങ്ങനെ മഞ്ചൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകാൻ കാണിക്കണം മാപ്പ്. ലെഫ്റ്റ് പോലെ, നേരത്തെ വഴി അത്ര പോരാ, ഇങ്ങനെ പോവാം. ഹൊറർ സ്റ്റോറി പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹൊറർ സ്റ്റോറി കയ്യിലില്ല, സ്റ്റോക്കില്ല മെയിനായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോറിയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും തപ്പി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആരുടെ പോയി ചോദിക്കണം നല്ല ഒറിജിനൽ സംഭവം ഉണ്ടാകുന്നു. ചുമ്മാ കള്ളം പറഞ്ഞൊരു കഥ ഉണ്ടാക്കി പറയാൻ വലിയ പാടൊന്നുമില്ല, അങ്ങനെ പറയണത് ശരിയല്ലല്ലോ അല്ലേ.
ഇത് എവിടെ പോകണത്? നേരെ പോയിട്ടില്ല, റൈറ്റാ. ഈ റോഡിലേക്ക് വന്ന് ഞാൻ ഭയങ്കര പാടാണ് കേട്ടോ. കുറേ ലെഫ്റ്റ് റൈറ്റും ഉണ്ട്. അത് കറക്റ്റ് ഓർമ്മിച്ച് വയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂസ് ആവും. റൈറ്റ് പോയിട്ട് ലെഫ്റ്റാ. ഇത് എവിടെ എന്നാ പോണത്? അംബാനഗർ അല്ലേ? ഇത് എവിടെ പോണത്? എഴുതി തന്നെ കറക്റ്റ്. ആ ഗൂഗിൾ പേ അല്ലേ? ക്യാഷ് ആണോ? യൂട്യൂബറാണ്. ആ ഇതിൻ്റെ ജോലി കൂടെ ചെയ്യും വ്ളോഗായിട്ട്. 532. ഓക്കെ, ചില്ലറ ഉണ്ടല്ലോ. ഓക്കെ, ശരി എന്നാൽ. KLTN വ്ളോഗ്, KLTN നോക്കിയാൽ മതി. ക്യാഷ് ഇവിടെ 540 രൂപ. ഓക്കെ, പോന്നാ. സൂപ്പർ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ 29 രൂപ 10 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:45 ഇപ്പോൾ അടുത്ത നേരം എങ്ങോട്ട് പോകാൻ സുധീഷ പറ. ഇപ്പോൾ നിങ്ങൾ സ്ഥലം മഞ്ചൂരില്ലേ? മഞ്ചൂരാകുമ്പോൾ ഇവിടെ നിൽക്കാം, വേറെ പോകാൻ. ഇവിടെ നിന്ന് അടുത്ത ഓർഡർ അടിച്ചോളൂ. അടിച്ച് അടുത്ത ഓർഡർ അക്സെപ്റ്റ് ഓർഡർ. ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ്. എവിടെ ഇത്? പാളയത്ത്. ഓക്കെ, ഇവിടെ നിന്ന് 2.4 കിലോമീറ്ററാണ് പിക്കപ്പ് ലൊക്കേഷൻ. ഈ 2.4 കിലോമീറ്ററിൻ്റെ പൈസ കിട്ടില്ല, ഡെലിവറി ലൊക്കേഷൻ മാത്രമേ പൈസ കിട്ടുള്ളൂ. അതാണ് വിഷയം. പിന്നെ ഇൻസെൻറ്റീവ് ഉണ്ട്, അതുകൊണ്ട് ഒരുമാതിരി പിടിച്ച് നിൽക്കാം. ഇത്ര സിഗ്നൽ ഒരു 50 മീറ്ററിനിടയ്ക്ക് ഇത്ര സിഗ്നൽ. ആശയം പറഞ്ഞു സിഗ്നൽ 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 സിഗ്നൽ. പുഷ്പ 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 രാജ്. ഓക്കെ, വണ്ടി എവിടെ കൊണ്ട് വയ്ക്കാൻ? അകത്ത് വയ്ക്കാനാ വെളി വയ്ക്കാനാ? അകത്ത് വയ്ക്കാം അല്ലേ? ഇവിടെ വയ്ക്കാം, ഈ സൈഡിലായിട്ട്. റീച്ച് ലൊക്കേഷൻ റെഡിയായാ? റെഡിയായി. ബാ പോയി എടുക്കാം. കമൺ കമൺ, ക്വിക്ക് ക്വിക്ക് ക്വിക്ക്. ഓരോ പടിയായിട്ട് കയറിനേക്കാളും 5 പടി ഒരുമിച്ച് കയറണം. 9016 വലിയ ഓർഡർ. ഓക്കെ, പെയ്ഡ് ഓർഡർ. നല്ല വലിയ ഓർഡറാണ്. പക്ഷേ എൻ്റെ അമ്മോ, ഇതുപോലത്തെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈക്കുള്ള മസിൽ നല്ല സ്ട്രോങ് ആവും. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പട്ടമാണ്. ഇവിടുന്ന് 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അൽഫാം ചിക്കൻ, അൽഫാം മന്തി, കുബൂസ് ആൻഡ് മയണൈസ് ആണ്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. നല്ല വലിയ ഓർഡറാണ്, ബൾക്ക് ഓർഡർ, നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടുത്തെ മോന്തൽ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കിറങ്ങി വീഴുമോ, അത്ര വെയിറ്റ് ഉണ്ട്. റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ ലൊക്കേഷൻ ഓഫ് ദ കസ്റ്റമർ ലൊക്കേഷൻ. എല്ലാം ഒന്ന് തന്നെ, ചുമ്മാ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചളു കോമഡിയാണ്, ചിരിക്കാനൊന്നുമില്ല. ആരും അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാൻ വേണം. നിയർ ലൂയിസ് ഫിലിപ്പ് ആൻഡ് LIC ബിൽഡിങ്ങിന് അടുത്തായിട്ട് ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, അവിടെയാണ് കൊടുക്കേണ്ടത് കസ്റ്റമർ. ഓക്കെ, കസ്റ്റമർ വിളിച്ചായിരുന്നു. അവർ പറഞ്ഞ് ഈ ലൂയിസ് ഫിലിപ്പ് കഴിഞ്ഞ് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞ്. ഒരു ചെറിയ മുടുക്കുണ്ടെന്ന്. അതിൻ്റെ അകത്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെയാണ്, അവിടെ തന്നെ. ഓക്കെ ഓക്കെ, നബി അല്ലേ? ഓക്കെ, ശരി. അങ്ങനെ 6ാമത്തെ ഓർഡർ ഡെലിവർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 36 രൂപ 150 പൈസയാണ്. 150 പൈസയാണ്. 36 രൂപ 18 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:10 ആയിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്ന സ്ഥലം പട്ടം. ഇവിടെ തന്നെ നിൽക്കാം. അടുത്ത ഓർഡർ എന്തായാലും അടിക്കും ഈ ഭാഗത്തായിട്ട്. അടിച്ച് കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ബാബ് അറേബ്യ കുറവങ്കോണത്താ. ഓക്കെ, അങ്ങനെ കുറവങ്കോണം ബാബ് അറേബ്യ എത്തിയിട്ടുണ്ട്. വണ്ടി സൈഡിൽ വയ്ക്കാൻ നടന്നു ബാബ. ഓക്കെ, റെഡി വന്ന്. ബാബ് അറേബ്യ കുറവങ്കോണം. ഇതൊരു അറേബ്യൻ റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഫുഡെല്ലാം അറേബ്യൻ സ്റ്റൈലാണ്. ഇത് എവിടെ പോയാണ് കൗണ്ടർ? ഇവിടെ ആയിരിക്കും. നമ്മൾ വിജയ് സേതുപതി പോയിരിക്കണല്ലേ. ഫുഡ് ഇത് എവിടെയാണെന്ന് തോന്നട്ടെ. 40 ഇത് തന്നെ 4091. ഇതാണ് ഒരൽറ്റയോ അൽഫാം ചിക്കൻ. ഓക്കെ, ഓർഡർ പിക്കഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ശാസ്തമംഗലം SRK ഹോസ്പിറ്റലാണ്. ഇവിടെ കറക്റ്റ് 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അൽഫാം ചിക്കനാണ്. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായി? ഒരു 9:30 മണിയായി കാണും. ഈ ഓർഡർ കൊടുത്ത് കഴിയുമ്പോൾ 9:45 പിന്നെ ഒരു 15 മിനിറ്റ് സമയം ബാക്കി കാണുള്ളൂ. ആ 15 മിനിറ്റ് ഒരു ഓർഡർ അടിച്ചേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം. എന്തായാലും ഇൻസിനി പഠിച്ചുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇനിയുള്ള ഓർഡറൊക്കെ ബോണസ് ചെയ്യുന്നത്. നല്ല നിലാവുള്ള രാത്രി അല്ലേ? പൗർണമിയാണ്, നാളെ പൗർണമി. Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place like a game I'm playing. Straight to the bank to collect my... സംഭവം ഇവിടെ ഹോസ്പിറ്റലല്ല പോകേണ്ടത്, വീടാണ്. തൊട്ടപ്പുറത്താണ് കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറി. നിയർ SRK ഹോസ്പിറ്റലാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ ഹോസ്പിറ്റലല്ല പോകേണ്ടത്. സുധീഷ് എന്തോ നേരെ നോക്കണ്ടേ? ഇതായിരിക്കണം മിക്കവാറും. ഇവിടെ അല്ലേ? അതെ അതെ, രാഹുലല്ലേ? ശരി, ഓക്കെ. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 45 രൂപ 15 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ? ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ്, അടുത്ത തൊട്ടപ്പുറത്തേനെ. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഓർഡർ. ഇവിടെ കൊണ്ട് വണ്ടി ഒതുക്കാൻ, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലാണ് നിയമം. പിന്നെ നമ്മളെ സാഹചര്യം അറിയാമല്ലോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കാനേ കുഴപ്പമില്ല, രാത്രിയില്ലേ. ഓട് നമ്മൾ കറക്റ്റാണ് വരുമ്പോഴേ വണ്ടികൾ വരുള്ളൂ. അത്ര നേരം വണ്ടി കാണില്ല. നമുക്ക് വണ്ടികൾ വന്നുകൊണ്ടിരിക്കും മാറി മാറി. സ്കൂട്ടി പറഞ്ഞ്, പാഷൻ പ്ലസ് പറഞ്ഞ്, ഹീറോ ഹോണ്ട പറഞ്ഞ്. ഇവിടെ ഓക്കെ, 0317 ഇത് തന്നെ. ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേട്ടയാണ്. ഇവിടുന്ന് കറക്റ്റ് 5.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പുട്ട് വിത്ത് ചിക്കൻ കറിയാണ്. പുട്ട് വിത്ത് ചിക്കൻ കറി കൊതിയാവണം കേൾക്കുമ്പോൾ തന്നെ അല്ലേ? അയ്യോ, പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി ഒഴിച്ച് ചിക്കനും മറ്റേ പീസൊക്കെ ഇട്ട് വിരവി ആ ഒരു വലിയ ഉരുണ്ടയാക്കി എടുത്ത് വായിക്കാത്തിട്ട് ചവച്ചിറക്കേണ്ട രുചി എന്ന് പറഞ്ഞത് അന്തസ്സാണല്ലേ? ഈ കൊതിയാണ് പറയുമ്പോൾ. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു 1/2 മണിക്കൂർ പിടിച്ച് നിൽക്കാം. നേരെ വീട്ടിൽ പോയി നമുക്ക് ആഹാരം കഴിക്കാം, ചപ്പാത്തിയോ അപ്പമോ ദോശയോ. ഓക്കെ, പണിപ്പോൾ കറക്റ്റ് 9:40 ആയിട്ടുണ്ട്. ഇതായിരിക്കും ലാസ്റ്റ് ഓർഡർ മിക്കവാറും. ഇതുകൊണ്ട് നേരെ വീട്ടിൽ പോകാം. 110.
ഓക്കെ പോകാം. നേരത്തെ 1 ലിറ്റർ പെട്രോൾ അടിച്ചായിരുന്നു, അപ്പോൾ തീരാറായി. ഇപ്പോൾ അടുത്ത 1 ലിറ്റർ അടിച്ചിട്ടുണ്ട്. നാളത്തേക്ക് ഓടാം എന്തായാലും. ഇന്നത്തേക്കുള്ള പെട്രോൾ കറക്റ്റായല്ലോ. ഇതാണ് ഡബിൾ ടക്കർ ബസ് കണ്ടോ, നഗര കാഴ്ചകൾക്ക് വേണ്ടി ഓടുന്ന ബസ്സാണ്. സിറ്റി മൊത്തം കറങ്ങി നടക്കുമായിരിക്കും, അല്ലെങ്കിൽ മൊത്തം സൂപ്പറായി. അപ്പോൾ നഗര കാഴ്ചകൾ കാണണമെങ്കിൽ ഡബിൾ ടക്കർ കാരണം, നഗര കാഴ്ചകൾ വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വ്ളോഗിൽ പറഞ്ഞു. എങ്ങനെയുണ്ട്? പെട്ടെന്ന് തോന്നി പറഞ്ഞാണ് ഇതൊക്കെ കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കൊള്ളായിരുന്നു. തള്ളി വിടാനാണ് കേട്ടോ ഉദ്ദേശിച്ചേ. അങ്ങനെ കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയി റൈറ്റിലാണ് പോകേണ്ടത്. എവിടെ റൈറ്റ്? ഇവിടെയാണെന്ന് തോന്നണം കേട്ടോ. ഇതായിരിക്കും മിക്ക റെയിൻബോ അപ്പാർട്ട്മെൻറ്റ്സ്. ഇവിടെ അല്ലേ? ഇല്ല, വാൻ സമയമില്ല കേട്ടോ. ഓക്കെ, ഓർഡർ ഡെലിവറി പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 59 രൂപ 92 ഇപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 9:59. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മാൾ ഓഫ് ട്രാവൻകൂറിലാണ്. ഞാൻ വീട്ടിൽ പോകാൻ ഇന്നാണ്. അപ്പോഴത്തേക്ക് അടുത്ത ഓർഡർ അടിച്ച് ശരി ഇതാ എടുത്തേക്കാം, കുഴപ്പമില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല. അടുത്ത ഓർഡർ വീടിൻ്റെ ഏരിയയുടെ ഭാഗത്താണെങ്കിലേ നമുക്ക് വേറെ വിഷയമില്ല. ആ ഓർഡർ കൊടുത്ത് തന്നെ വീട്ടിൽ പോകാമല്ലോ. പിക്കപ്പ് ലൊക്കേഷൻ. അപ്പോൾ ലിഫ്റ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് പടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് കംപ്ലൈൻറ്റ് ആണ്, പക്ഷേ വേറെ ലിഫ്റ്റ് അകത്തുണ്ട്. നമ്മളകത്ത് കടത്തി വിടില്ല, കാരണം നമ്മൾ സൊമാറ്റോ ഡെലിവറി പോയത്. ചില കാര്യത്തിൽ കുറച്ച് ചെയ്യാറുണ്ട് അല്ലേ, ഒരു മനുഷ്യത്തെ വേണമായിരുന്നു. ചിലർക്ക് പൈസയ്ക്ക് വില ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മരുതൂർ കടവാണ്. ഒരു 1/2 മണിക്കൂർ ഡിലേ ആയിട്ടാ. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഭാഗത്താണ്. അവിടുത്തെ പയ്യന്മാർ നമ്മളെ ആ ഓർഡർ ഐ ഡി നോക്കാൻ വിട്ടുപോയി. അത് കാരണം 1/2 മണിക്കൂർ വെറുതെ വെയിറ്റ് ചെയ്ത്. ആ പയ്യന്മാർക്ക് വശമായി, എനിക്ക് ദേഷ്യമായി. ഞാൻ ദേഷ്യം കാണിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അനിയന്മാരെ പോലെയാണ് നിങ്ങൾ, ഇങ്ങോട്ട് എന്ത് പറയാനിരിക്കണം. പിന്നെ ആ പയ്യന്മാർ എനിക്കൊരു ഫേവർ ചെയ്ത് അതിപ്പോൾ വീട്ടിൽ പോയിട്ട് പറയാം. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 10:50 ആയിട്ടുണ്ട്. അയ്യോ, ഒരുപാട് സമയമല്ലേ. ശരി, കുഴപ്പമില്ല, വാ പെട്ടെന്ന് പോകാം. കമോൺ കൊയ്ക്ക്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായി? മണി 12 മണിയായി. മാൾ ഓഫ് ട്രാൻസ്പോർട്ടിൽ പോയ സമയത്ത് ഗോപ്ര ഓൺ ആക്കിയില്ല, ചാർജ് കുറവായിരുന്നു, ചാർജ് ഒട്ടുമില്ല. അവിടുത്തെ പയ്യന്മാർ ഗിഫ്റ്റ് തന്നായിരുന്നു. ഇത് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫേവർ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ആ പയ്യന്മാർ എനിക്ക് ബർഗർ തന്നായിരുന്നു. ഈ ബർഗറിലുള്ളത് ബണ്ണ്, ചിക്കൻ, സോസ്, വേറെ ഒന്നുമില്ല, വെജിറ്റബിൾ ഒന്നുമില്ല. വാണിയെടുത്ത് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു, തക്കാളി, സവാളൊക്കെ. പിന്നെ ഒരു കാര്യം, ദിവസം വ്ളോഗ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ ചില സാഹചര്യം കാരണം ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. ഞാൻ നോക്കട്ടെ, മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാമെന്ന്. എന്തെങ്കിലും വ്ളോഗ് ചെയ്യാം, ലൈഫ് സ്റ്റൈലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൊമാറ്റോ വ്ളോഗോ ട്രാവലോ ചെയ്യാൻ കയ്യിൽ പൈസ വേണം, അത് മെയിൻ വിഷയം. എന്തായാലും എന്തെങ്കിലും ദിവസം എല്ലാം മാറും പ്രതീക്ഷയാണ്. ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് പോകുന്നത് മാറും. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നെവർ എവർ ഗിവ് അപ്പ് എന്ന് പറയില്ല, അത് മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, കഴിക്കാം വേണ്ടി വാ. ബർഗറ പറ. അപ്പൊ ഈ ബർഗറിന്റെ അകത്ത് 2 ബണ്ണുണ്ട്. ആ ബണ്ണ് മാറ്റിയ ചിക്കൻ, ഒരു ചെറിയ സവാള ഉണ്ട്, പിന്നെ തക്കാളി നമ്മളെ വീട്ടിലുള്ളതാണ്. ഇതും കൂടെ വച്ചിട്ട് വേറെ നിൽക്കാണ്ടോ വാണി? സോസ് ഉണ്ടല്ലേ, നമ്മളെ സോസ്. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് വാണിക്കുള്ള ഗിഫ്റ്റ് ആണ് ബർഗർ. ഇഷ്ടപ്പെട്ടാ? അടുത്ത വർഷം ഏറ്റില്ലല്ലേ? ഏക്കൂല, അറിയാലോ. എന്ത് ചെയ്യാ, എനിക്കറിയാം ഇതൊക്കെ ഒന്നും. നമുക്ക് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പിന്നെ നമ്മുടെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് വൈറ്റ് ഷൂട്ടിംഗ്. ഇന്നലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. നല്ലപോലെ ആഘോഷിക്കാൻ പറ്റിയില്ല. നക്ഷത്രത്തിന് നമ്മൾ സെലിബ്രേഷൻ ഒക്കെ നക്ഷത്രത്തിലോട്ട് മാറ്റിയിരിക്കണം. അത് നമുക്ക് അതാണ് ഗിഫ്റ്റ്. അതുകൊണ്ട് നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ഈ ബർഗർ വന്നിട്ട് ഞാൻ വാണി പാതി തിന്നാൻ പോവുകയാണ്. ഈ പാതി ഞാൻ പാതി അങ്ങനെയല്ലേ? വയസ്സ് ഉറങ്ങിയില്ലേ? ഞാൻ കൊടുക്കാം ബർഗറൊക്കെ. ചിലപ്പം കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല. ബർഗർ ഒന്ന് ചൂടാക്കാൻ പോവുകയാണ്. തീരെ തണുത്ത് പോയിട്ടാ. വെള്ളം ഒഴിക്കാൻ സോഫ്റ്റ് ആവും അല്ലേ? ഇത് ബർഗറാ ദോശയാണ്? ഇത് ദോശയിൽ വെള്ളം ഒഴിക്കോ? അല്ല, ദോശക്കല്ലിട്ടുണ്ട്. സോഫ്റ്റ് ആയില്ലേ കുറച്ചിപ്പോ? 1 മണിക്കൂറായി, വിശക്കിന് വാണി കളിച്ചോണ്ടിരിക്കണം. അങ്ങനെ വഴി സ്മൈലി. അപ്പൊ കഴിക്കാന്നാ ബർഗർ, ചിക്കൻ ബർഗർ. ബാക്കി വാണിക്ക് നീ വെച്ചോ, ബാക്കി എല്ലാം നീ വെച്ചോ. ബണ്ണിന് ടേസ്റ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ സോസ്, സവാള, അത്ര തന്നെ. ഓരോ ടേസ്റ്റ് ആക്കി ഇത് മനക്ക് ശരിക്കും വേണം. മയോണൈസ് എക്സ്ട്രാ കുറെ ഐറ്റം ഉണ്ട്, ഒന്നും വെച്ചില്ല, കുഴപ്പമില്ല. കഴിച്ചോ. സാധാരണ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കൂലേ, അതുപോലെ ഇങ്ങനെ അത് തന്നെ. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫുള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. കട്ടൊക്കെ നിൽക്കണം.